ചായ കുടിച്ചിട്ടില്ലേ? കുട്ടികളൊക്കെയോ? ആ നിന്റെ മാപ്പിളയോ പോയാ? ശരി ശരി. അലക്കാൻ നോക്കുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ പണിക്ക് കഴിഞ്ഞൊന്നുമില്ലേ? അവിടെ ഉണ്ടല്ലോ അടിച്ച് തുടയ്ക്കാനും പണിക്കൊക്കെ തിരുമ്പാനൊക്കെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ ശരി ശരി. അതിൻ്റെ അത് പോയിക്കണല്ലേ? ശരി കുഴപ്പമില്ല കുഴപ്പമില്ല. ചായ കുടിച്ചു മോളെ, ചായ കുടിച്ച്. അവിടെ ഉണ്ട്. ഇവിടെ അപ്പുറത്ത് എന്താ ചെയ്യാൻ. പിന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, പിള്ളേർ വിളിക്കാറൊക്കെ ഉണ്ട്. പ്രായമൊന്നുണ്ട്. കല്യാണത്തിനാണ്. കല്യാണത്തിന് പോയി വന്നാൽ പിന്നെ 2 ദിവസം നിന്നിട്ട് പോവാം. ശനി ഞായർ സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ 2 ദിവസം നിന്നിട്ട് തിങ്കളാഴ്ച കാലത്ത് നേരത്തെ പോയാൽ മതി. അപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ. കല്യാണത്തിന് കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല മോളെ. കല്യാണത്തിനൊക്കെ വരണം. അതേ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നത് അറിയാലോ നിനക്ക്. നല്ല ഒരുങ്ങി പിടിച്ച് ഭയങ്കര ഇതിലാണ് വരിക. അതേപോലെ ഈ നിനക്ക് അത്യാവശ്യം സ്വർണം തന്നിട്ടുണ്ട്. അതേപോലെ ഈ വരണം കേട്ടാ. എന്താണ് നിനക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പരിപാടിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മുടെ കുടുംബത്തൊക്കെ നല്ല വലിയ വരവൊക്കെ കാണണം. ചിലപ്പോൾ വേറെയൊക്കെ ആകും. അതൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ പിറ്റിട്ട് വരിക. അവരെ മുന്നിൽ നീ ഉണ്ടായിട്ടില്ലാത്ത പോലെ വരാൻ നിൽക്കണ്ട മോളെ. നീ നല്ല സാധനം തന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ഒന്നും ഇടണ്ട. നീ എപ്പോൾ വരുമ്പോഴും ഒന്നും ഇടാണ്ട് വരും. അപ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ നല്ല പോലെ അണിഞ്ഞിരിക്കും വന്നോട്ടാ. ഉള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ടോ. ചിലപ്പോൾ ഉമ്മ വന്നാലും ഉമ്മക്ക് 1-2 തരണ്ട വരും കഴുത്തിലേക്ക്. അപ്പോൾ അവിടെ ഉള്ളത് എടുത്തോട്ടാ. ആ ഒറ്റ വരി ചൈനൊക്കെ എടുത്തോ. ചിലപ്പോൾ ഉമ്മാക്ക് തരേണ്ടി വരും. പിന്നെ അതെ ശരി. കല്യാണത്തിന് വന്നിട്ടുണ്ട് സുൽത്താൻ. ശരി ശരി. അപ്പോൾ നിങ്ങൾ ഞാൻ വരും. തലേദിവസം വരും. തലേദിവസം വന്നിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ കല്യാണത്തിന് വന്നിട്ട് നീയും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം. നീ വരുമ്പോൾ ആ സാരി ഇല്ലേ, രണ്ടാം സാരി ചുറ്റിക്കോ. അത് നല്ല അടിപൊളി സാരിയാണ്. പിന്നെ ഉമ്മ പറയുന്നുണ്ട്, വരുമ്പോൾ ഉമ്മ തന്ന സ്വർണ്ണങ്ങൾ ഫുള്ള് ഇട്ടിട്ട് വന്നു. അതേ ചില കുട്ടികൾക്ക് ഉണ്ട്, മോൾക്ക് ഇത്ര സ്വർണം കൊടുത്തില്ലേ, മോൾക്ക് എത്ര കൊടുത്തില്ല കുശുമ്പ് കുത്തുന്നവരുണ്ട്. നമ്മളെ കുടുംബക്കാരന്നെ. അപ്പോൾ അവരുടെ മുന്നിൽ മോള് നല്ല രീതിയിൽ വരണം കേട്ടാ. നമ്മൾ അത്യാവശ്യം തക്കേടില്ലാത്ത കുടുംബത്തൊക്കെ മോളെ കൊടുത്തിക്കണം. അതുപോലെ അത്യാവശ്യം സ്വർണവും തന്നിട്ടുണ്ട്. അതേപോലെ വരണം കേട്ടോ ഈ കല്യാണത്തിന്. ഈ കല്യാണം പറഞ്ഞ ഒരു പ്രത്യേക കല്യാണമാണ്. നമ്മുടെ കുടുംബത്തെ കല്യാണമാണ്. സ്വർണ്ണമൊന്നും ഇടാൻ ഇഷ്ടമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇട്ടോ. പുതുപെണ്ണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പുതുപെണ്ണ് തന്ന സ്വർണ്ണമൊക്കെ പിന്നെ എന്തിനായാലും അറിയുക ആവിരിക്കാനാ. മോളതൊക്കെ ഇട്ടോ. കുഴപ്പമില്ല. ആര് പറയണ പുതുപെണ്ണെന്ന്. 1-2 മക്കളെ പ്രസവിക്കണവരെയും പുതുപെണ്ണ് തന്നെയാണ് കേട്ടാ. ഞങ്ങൾ കല്യാണത്തിന് അന്ന് വരാം. ഉണ്ടല്ലോ. ശരി മോളെ. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഒരുമിച്ച് വരാം. നമ്മൾ കല്യാണത്തിന് വന്നിട്ട് തിരിച്ച് വരുമ്പോൾ. ആയിക്കോട്ടെ. അത് കുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നല്ല കരച്ചിലാണല്ലോ. കുട്ടീനെ എടുക്ക്. എന്നാൽ ശരി. ശരി. നീ കുട്ടീനെ എടുക്ക്. കുട്ടീനെ കരയിപ്പിക്കാതെ പറഞ്ഞ പോലെ കേട്ടാ. വരുമ്പോൾ നല്ലതിൽ വായോ. എന്നാൽ ശരി കേട്ടോ മോളെ. ശരിമ്മ. അസ്സലാമു അലൈക്കും. ചായക്ക് എന്തമ്മ കടി ഉണ്ടാക്കണ്ട്? നീ ഇന്നലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചില്ല, അരച്ചിട്ടുണ്ടായിരുന്നില്ലേ? അമ്മ അത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പിന്നെ മറന്നാ അതിലുണ്ടാക്കാന്? ഇപ്പൊ ഒന്ന് ചോദിക്കണതോ എന്തുട്ട ഉണ്ടാക്കണെന്ന്. അരി ഉഴുന്ന് അരച്ചു വെച്ചത് മറന്നു കാലത്തളിക്കും അല്ലേ? എന്തുട്ട പിന്നെ നിനക്ക് ഓർമ്മയില്ല അത്? ശരി ദോശ ഉണ്ടാക്കപ്പോ. നേരെ എത്രയായി നോക്ക്. ഇപ്പൊ ഒന്ന് ചോദിക്കണ. ശരി, ദോശ ഉണ്ടാക്കും. ചോദിക്കേണ്ടിയിരുന്നില്ല. എന്തുട്ടത് നേരം എന്തായി നോക്കിയേ? ചായയുടെ കടി ഇനി ആയിട്ടില്ലേ? അതമ്മ കൊണ്ടുവരുന്നു. എത്ര നേരമായി ചായയുടെ കടി ചോദിച്ചിട്ട് തന്നെ. എന്തുട്ട് നീ ചെയ്യണ അവിടെ? കൊണ്ടുവരാം, 1 മിനിറ്റ്. ഇതമ്മ ദോശ കഴിച്ചോ? ചായ വെച്ചിട്ട്. ചായ. അടുത്ത ആഴ്ചയല്ലേ നൗഫലിക്കാന്റെ കല്യാണം വരും. നമ്മളെപ്പോഴാ അവിടുന്ന് പോണേ? ഇത്താൻ്റെ അടുക്കാണോ നമ്മള് പോണേ?
നമ്മള് കല്യാണത്തിനല്ല, ഞങ്ങൾ കല്യാണത്തിന് പോണത്. നമ്മളൊന്നും ഇല്ല. നമ്മളെവിടുക്ക വരുന്നേ കല്യാണത്തിന്? നന്നെ കൊണ്ടുപോയിട്ട് എന്റെ നാണം കൂടി കെടാനാ? അല്ലാണ്ട് തന്നെ ഒരിക്കൽ നാണം കെടുത്തി, ഇനി വീണ്ടും നാണം കെടുത്താനാ? നമ്മള് പോണത്ര. നീയില്ല, നീ കുടുംബത്തെ പണിയെടുത്തിട്ടേ കുടുംബത്തെ ഇരിക്കും. ഇല്ലമ്മ, താത്ത വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് വന്നിട്ട് അങ്ങനെ പോവാന്ന്. താത്ത പറയും, താത്ത പലതും പറയും. താത്താക്ക് 10-60 സ്വർണ്ണം നാ കെട്ടിച്ചു വിട്ട പോലെയാണോ നീ വന്നിരിക്കണേ? എന്തുട്ടിട്ടാ നീ പോണ കല്യാണത്തിന്? കല്യാണത്തിന് പോണ കൂട്ടം, കല്യാണത്തിന് പോണേ വീട്ടിക്ക് പോണ കൂട്ടം നിനക്ക് വേണ്ട. നീ കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ള മാത്രം നോക്കിയാൽ മതി. കല്യാണം കാര്യം നല്ലത് കെട്ടൽ ഒന്നും പോണ്ട. പോണ്ട ഒരു ഘട്ടം നിന്റെ കുടുംബക്കാർ കൊണ്ട് തരട്ടെ, എന്നിട്ട് നിന്നെ കൊണ്ടുപോവാ. എന്തുട്ട് നീ എന്റെ മോൾക്ക് താത്താക്ക് കൊടുത്ത പോലെയാണോ നീ വന്നിരിക്കണേ? നാണം കെടുത്തിട്ട് നാണക്കേട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലെ ആക്കി വെച്ചിട്ട് എന്റെ മോൻ വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് ചാടി ഇറങ്ങി വന്നിട്ട് എന്തിട്ടുള്ളത്? കുടുംബത്തെ ഒരു പണി ചെയ്തിട്ട് മുണ്ടാണ്ട് അടങ്ങി ഈ കുടുംബത്തിരിക്കും. വരുന്നത്ര കല്യാണത്തിന് പോണ്ട്. ഞാൻ അവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചു. നന്നെ വിളിച്ചിട്ട് നിന്നെ ഈ കോലത്തിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാ? എന്റെ നാണക്കേട് പോരാ. അത്യാവശ്യം ഇത്തിരി നല്ലതുള്ള ആൾക്കാരാണ്. നന്നെ ഈ കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ കുടുംബത്തൊക്കെ ആകുമ്പോ നീ പോകും, ഇവിടെ പറ്റില്ല. അല്ലാണ്ട് തന്നെ ഈ മനുഷ്യന് പറയണ്ട ഉണ്ടാണ്ട് പൊക്കോക്കി. കല്യാണത്തിന് വരുന്നത്ര കല്യാണത്തിന് ആ പുതിയൊന്നും മനസ്സിൽ വേണ്ടട്ടാ. കുടുംബത്തിൽ ഇരിക്കാൻ നോക്ക്. എന്റെ മോനക്ക് നല്ല കുടുംബത്തിൽ പോയിട്ട് കാല് വെച്ച് നല്ല കുടുംബത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കായിരുന്നു. അപ്പോഴേക്കാണ് എന്റെ മോനെ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് വന്നത്. അത് വന്നതും ഓരോ കല്യാണത്തിന്. എന്തുകൊണ്ട് നീ കൊണ്ടുവന്നേ? അങ്ങനെ കാതിലും കഴുത്തിലൊക്കെ ഇട്ട് നിറച്ച് കൊണ്ടുവന്നാ? ഇവിടേക്കൊക്കെ വരുമ്പോഴേ ഒന്ന് ആലോചിക്കണം പെൺകുട്ടികള്. ഇന്നലെ കണ്ട മോനെ കണ്ടിട്ട് നീ വീട്ടുകാരും ഉമ്മാനെയും ഉപ്പാനെയും എല്ലാവരും ഉപേക്ഷിച്ചിട്ടേ ഇന്നലെ കണ്ട മോന്റെ കൂടെ നീ വന്നില്ലേ? ഞങ്ങളെ പറ്റി നിനക്ക് എന്താ അറിയാ? ഞങ്ങളെ പറ്റി ഒന്നും അറിയില്ല. എന്റെ മോനെ പറ്റി ഒന്നും അറിയില്ല. മോനെ എത്ര കൊല്ലത്തെ പരിചയമുണ്ട് നിനക്ക്? എന്ത് നനച്ചിട്ടാ നീ എന്റെ മോന്റെ കൂടെ ഇറങ്ങിപ്പോന്നെ? കല്യാണത്തിന് പോണ കൂട്ടം കൂടണം. കല്യാണത്തിന് പോണ കൂട്ടം നീ കൂടണ്ടാട്ടാ. കല്യാണത്തിന് പോണ കൂട്ടം കൂടണെങ്കിലേ നിന്റെ വീട്ടിൽ നിന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. കല്യാണം നല്ലപോലെ കല്യാണം കഴിച്ച് എൻ്റെ മോനക്ക് നല്ല രീതിയിൽ കഴിക്കാം. എന്തോരം ഏത് തള്ളാർക്കും ഏത് ഉമ്മമാർക്കും ഉപ്പമാർക്കും നല്ലപോലെ ആഗ്രഹമുള്ളതാ. അവരവരെ മക്കളെ വളർത്തണം, നല്ല രീതിയിൽ നല്ല കുടുംബത്തിൽ പോയി കാല് വെച്ച് നല്ല കുടുംബത്തിൽ നല്ല തറവാട്ടിൽ നിന്നൊരു പെൺകുട്ടിനെ കൊണ്ടുവരണം. നമ്മളൊരു മോളെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കുടുംബത്തിൽ തന്നെ കൊടുത്തിക്കണം. അതുപോലെ എൻ്റെ മോനക്കും അതുപോലെ കൊണ്ടുവരണം എന്തോരം ആഗ്രഹിച്ചിരുന്നാണ്. ഈ പണി ചെയ്ത് വന്നില്ലേ? ഒളിച്ചോടി വരല്? എന്നിട്ട് ഈ ഒളിച്ചോടി വരല് എന്തോ ഏതോ ചാടി പോന്നു അങ്ങോട്ട്. കല്യാണത്തിന് മാത്രമേ ഒരിക്കലും പോവില്ല, ഒരിടത്തിലേക്കും കൊണ്ടുപോകില്ല. നീ അവിടെ ഇരുന്നാ മതി. അതെ, കല്യാണത്തിന് പോണ പൂതിയൊക്കെ മനസ്സിലിരിക്കട്ടെ. എന്തുട്ട വിഷമിച്ചിരിക്കുകയാണോ പറഞ്ഞത് കൊണ്ട്? ഞാൻ എന്താ തെറ്റായിട്ട് വല്ലതും പറഞ്ഞേ? ആ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചേ, അടിച്ചോരി തുടച്ചേ, കടക്കണ കാലത്ത് വെച്ചിട്ട് പണി ഇങ്ങനെ നിക്കണ വിഷമിച്ചിട്ട്. വിഷമിക്കാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. വേഗം കുടുംബത്തെ പണികൾ ചെയ്യാൻ നോക്ക്. വിഷമിച്ചിട്ട് നിക്കണ് നനക്ക് അതന്നെ. എല്ലാം അങ്ങനെ തന്നെയാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാ. അതെ, നോക്കിയാ നിന്റെ നേരെ നോക്കിയാ അവിടെ മാറാല എന്തോരം നിൽക്കണം നോക്കിയാ? അതൊന്നും കാണുന്നില്ലേ? അടിച്ചു വരുമ്പോ പെൺകുട്ടികൾ മുകളിലൊക്കെ നോക്കിയാ ചെല്ലും വയലൊക്കെ ഒന്ന് നോക്കിട്ട് മാറാല തട്ടണ്ടേ? എവിടെ പെയിന്റ് നോക്കിയാ? ആ സ്വിച്ച് ബോർഡിന്റെ ഇത്തിരി മുകളിലാക്കി നോക്കിയാ ചെറിയൊരു മാറാല നിൽക്കണം നോക്കിയാ. ഇത് സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കറല്ല, അതിന് മേലക്കുണ്ട്. ചൂലുകൊണ്ട് അങ്ങനെ ആക്കി വിട്. ഇതെങ്ങനെ ആക്കി വിട് ചൂലുകൊണ്ട്? ഇതൊക്കെ പെൺകുട്ടികൾ പണി പിടിക്കുമ്പോ അങ്ങനെയല്ലേ? എന്താ അടിക്കാൻ പറഞ്ഞാ കടം വലിച്ചിട്ട് അങ്ങോട്ട് അടിച്ചു പോരുക. ശരിക്കും കരടൊക്കെ പോണ പോലെ അടിച്ചു പോരലാണിത്. എന്തൊരു തണ്ടലൊക്കെ ഉണ്ട് വളച്ചടിച്ചു പോര്. നിന്നിട്ടല്ലേ അടിച്ചു വരിക. അങ്ങനെയൊക്കെ ചെയ്യേ. ഒന്നും അറിയില്ല. ഉള്ള മുതലാണെങ്കിൽ ഒന്നുമില്ല. വെറും പണിയാണെങ്കിൽ ഒരു പണിയും പഠിച്ചിട്ടില്ല. പണി പഠിച്ചിരിക്കണ നോക്കെ എന്നാ അടിച്ചു വരാൻ പോലും അറിയണില്ല. എന്തൊട്ട് പഠിച്ചിരിക്കണാവോ? പ്രേമിക്കാൻ പഠിച്ചിട്ടുണ്ട്, അത് മാത്രം തന്നെ പഠിച്ചുള്ളൂ. അല്ലാണ്ട് കുടുംബത്തെ ഒരു പണി പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. ആ ഉപ്പാക്കുമ്മാക്കെന്താ? അവർക്ക് സുഖല്ലേ? മോളൊന്നും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാല് അതിനൊക്കെ ലാഭല്ലേ ഉപ്പാക്കുമ്മാക്കോ? അല്ലാണ്ട് ഏതുപ്പമാർക്ക്
അല്ല ചില ഉപ്പമാർക്കൊക്കെ ഭയങ്കര ഇതാണ്. ചില ഉപ്പമാര് മരിക്കും, എന്റെ മോള് ഇങ്ങനെ ചെയ്തില്ല ഇനി ഞാൻ ജീവിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനത്തെ ഒരു ചിന്തയില്ല. മോളൊന്ന് പോയി കിട്ടിയ സന്തോഷം. എത്ര വലിയ വീടും കാര്യങ്ങളും നല്ലൊരു ചെക്കനെയും ഗൾഫുകാരെ ചെക്കനെയൊക്കെ കിട്ടിയപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ ഉപ്പ. ഓ ഇവർക്ക് സ്ത്രീധനം വാങ്ങലും തെറ്റ്, കൊടുക്കലും തെറ്റെന്ന് ഇവർക്ക് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. സ്ത്രീധനം വാങ്ങിയിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനല്ല, നമ്മുടെ മക്കളൊക്കെ ഒരു ഇതായില്ല, ഒരു താങ്ങായില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീധനം അവർക്ക് എന്താ കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് ചോദിച്ചു മേടിക്കുന്നത്. ഇവർക്ക് പലതും പറയാലോ യൂട്യൂബിൽ കൂടി ഇരുന്നിട്ട്. അതുപോലും കൊണ്ടുവരാണ്ട് ഓരോന്ന് കയറി വന്നോളും ഉണ്ട്. അയറ്റകളൊക്കെ എന്താ ചെയ്യാ? അവിടൊക്കെ ഒന്ന് തുടച്ചു വിടട്ടെ. അവിടെയൊക്കെ ഒന്ന് വൃത്തിക്ക് തുടക്കിയിട്ട് അരിക മൂലയൊക്കെ ചേർത്തി തുടക്കി. ഇതൊന്നും കൈ വെച്ചിട്ടില്ല അല്ലേ? എത്ര നേരായി 4 പാത്രം വരച്ചിട്ടിരുന്ന് കഴുകണേ? അത് വേഗം കൊണ്ട് കഴുകിട്ടത് തുണികളൊക്കെ കൊണ്ട് തിരുമ്പിയേ. അമ്മ ഞാൻ അലക്കാൻ വരെ തന്നെയായിരുന്നു. ഇപ്പൊ അലക്കാൻ ഇത് കഴുകി കഴിഞ്ഞിട്ട്. എന്നാ വേഗം അലക്കൂടെ അങ്ങോട്ട്. വാഷിംഗ് മെഷീനിൽ കുറെ തുണി ഉണ്ടല്ലോ, ഇതിലെന്നെ മുക്കി വെക്കാം. ഇത്ര നേരം ഇവിടെ അടിച്ചു വരി തുടച്ചിട്ടത് ഈ തുണി ഈ പുതപ്പൊന്നും മടക്കി വെക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. കണ്ടില്ലേ, ഇതൊക്കെ കുറഞ്ഞിട്ട് വേണ്ടേ അടിച്ചു വരാന്. ഇതൊക്കെ അടിച്ചു വരി തുടച്ചതാ. ഊളപ്പണി അല്ലാണ്ട് കയ്യിലില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മോന്ത കയറ്റി പിടിച്ചിട്ട് കരയാൻ തന്നെ പഠിച്ചിട്ടുള്ളൂ. ഷോ എന്താ വാഷിംഗ് മെഷീന്റെ സൗണ്ട് കേൾക്കണേ? വാഷിംഗ് മെഷീനിൽ തുണി ഇടണ്ടാ? നീ എന്താ അവിടെ കാണിക്കണേ? നന്നോട് എവിടെയാ ഞാൻ അലക്കാൻ പറഞ്ഞു? നീ എന്ത് ആരോട് ചോദിച്ചിട്ടാ നീ വാഷിംഗ് മെഷീനിൽ ഒക്കെ മുക്കി വെച്ചിക്കണേ? ഇല്ലമ്മ കൊറേ തുണികളുണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിൽ മുക്കിയേ. നിന്റെ ഇഷ്ടത്തിന് വാഷിംഗ് മെഷീനിൽ മുക്കാനും നീ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ? വീട്ടിൽ നിന്ന് എന്തിട്ടാ കൊണ്ടുവന്ന്? നീ ഇട്ട ഡ്രസ്സോടെ നീയായിട്ട് വന്ന് അല്ലേ? വാഷിംഗ് മെഷീനിൽ തിരുമ്പാണ്ട് മര്യാദക്ക് അതൊക്കെ എടുത്തിട്ട് പോയിട്ട് അലക്കലിന്റെ അവിടെ പോയി തിരുമ്പ. അടിപൊളി അലക്കലിൽ വെച്ചിട്ടുണ്ട് അവിടെ. വാഷിംഗ് മെഷീനിൽ കൈക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാ? കൈക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാ? കേടുണ്ടാ? ഒരു കുഴപ്പമില്ലല്ലോ. എടുക്ക്, അതൊക്കെ എടുത്തിട്ട് അവിടെ പോയി തിരുമ്പിയ. വാഷിംഗ് മെഷീൻ ആരോട് ചോദിച്ചു? എന്നോട് ചോദിച്ചത് ഈ വാഷിംഗ് മെഷീനിലെ തുണി ഇടേണ്ടത്. ഇനി ആ മിക്സിയൊക്കെ ഞാൻ എടുത്ത് വെക്കാൻ പോവാ. അമ്മയുണ്ട്, നല്ല അടിപൊളി 1 തരം അമ്മീൻ്റെ. അമ്മി മരച്ചാൽ മതിട്ടാ. തേങ്ങയും എല്ലാം നീ അമ്മി മരച്ചാൽ മതി. അങ്ങനെ നീ സൂഹിക്കണ്ട. നനക്കുള്ള ശിക്ഷയാണെന്ന് വിചാരിച്ചത് നീ. നന്നക്ക് മാത്രല്ല നന്നെ പോലുള്ള കുട്ടികൾക്ക് ഇതുള്ള ഒരു പാടാണ്. പോന്നില്ലേ? എന്ത് നനച്ചിട്ടാ പോന്ന്? ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ട്. എല്ലാ കഷ്ടപ്പാടും സഹിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിലോ പൊയ്ക്കോ. മോളുടെ ഉപ്പ ഇടയ്ക്കൊന്ന് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? മോളുടെ ഉപ്പാനെ വിളിച്ചിട്ട് പൊക്കോ. എന്തായാലും വീട്ടുകാരും ഉമ്മാക്കും ആങ്ങളമാർക്കല്ലേ മോള് വന്നതിൽ ഭയങ്കര ദേഷ്യം. ഉപ്പ സ്നേഹം ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ വിളിച്ചിട്ട് സംസാരിക്കണമെന്ന് നീ പറഞ്ഞല്ലോ. അപ്പൊ ഉപ്പാനെ വിളിച്ചിട്ട് പൊക്കോ. അതൊക്കെ കേറ്റും. എന്റെ മോനക്ക് അന്തസ്സായിട്ട് നല്ല കുടുംബത്തെ പോയിട്ട് ഞാൻ കെട്ടിയേക്കും. എന്റെ മോനക്ക് ഒരു പെണ്ണ് നല്ല സ്ത്രീധനത്തോടെ, കുടുംബത്തെ ഒരു പണിയും ചെയ്യില്ല, ഒരു മുതലും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് വാഷിംഗ് മെഷീൻ വേണം, മിക്സി വേണം, ഗ്യാസ് വേണം, ഒന്നുമില്ല. വിറകിട്ട് കത്തിച്ചാൽ മതിട്ടാ. ഇനി ഗ്യാസ് ചെയ്യണം. ഗ്യാസൊക്കെ തന്നെ ഓഫാക്കി വെക്കാൻ പോവാ. നിനക്കുള്ള ശിക്ഷയാണത്. എന്തൊരു അമ്മ മെഴുകിയ പോലെ ഇരിക്കണേ? ആ തുണികളൊക്കെ എടുത്തിട്ട് പോയിട്ട് അലക്കേ പോയിട്ട് ചെല്ലേ. വാഷിംഗ് മെഷീനിൽ അലക്കാണ്ടാണ് എന്താ ഉള്ള പൂതി. നല്ല വെയിലുമായ. അതെ, അരികം എന്തോരം തുണിയാ കിടക്കണ്. അരികം മൂലയൊക്കെ തപ്പിയിട്ട് തുണി എടുക്കണ്ടേ? ഇപ്പൊ ഇത്ര തുണി എടുത്ത് നോക്കിയ മന്തോരം തുണികൾ അരികം മൂലയൊക്കെ തപ്പിയിട്ട് എടുക്കണം. എന്നാ ഇതൊക്കെ തിരുമ്പി അരികം മൂലയൊക്കെ നോക്കി എടുക്കണ്ടേ തുണികള്? ഇതിൽ തന്നെ കൊറേ ഉണ്ടമ്മ തുണി. അതൊക്കെ നല്ലപോലെ വൃത്തിയിൽ തിരുമ്പ്. എന്താണ് മോളെ വിശേഷങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ?
എൻ്റെ മോളെ വിളിക്കാണ്ടാവുമ്പോഴേ എനിക്കൊരു ദിവസം 2-3 വട്ടം ഇങ്ങനെ വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് കണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് വിളിക്കുന്നത്. എന്താണ് പണികളൊക്കെ കഴിഞ്ഞാ? ചോറും പണിയൊക്കെ കഴിഞ്ഞാ? തിരുമ്പാൻ പോവേ? എന്തിനാ നീ തിരുമ്പാൻ പോണ? നിനക്ക് അതിനല്ലേ ഉമ്മ വാഷിംഗ് മെഷീൻ തന്നയച്ചേക്കണ? പിന്നെ എന്തിനാ നീ തിരുമ്പാൻ പോണ്? അവിടുത്തെ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നാ? അവിടുത്തെ ഉമ്മാക്ക് ഇഷ്ടമല്ലെങ്കിലേ നിനക്ക് നിനക്ക് തിരുമ്പാനാണ് ഞാൻ വാഷിംഗ് മെഷീൻ കൊടുത്തയച്ചിക്കണത്. അതെ, അതിൽ തിരുമ്പിയാൽ മതി. നിന്റെ ഉമ്മക്ക് ഇഷ്ടപ്പെടാനേ നിന്റെ ഉമ്മ വാഷിംഗ് മെഷീൻ ഒന്നും അവിടെ വാങ്ങി വെച്ചിട്ടില്ലല്ലോ. എൻ്റെ മോൾക്ക് തന്നയച്ചത് അതിനാണ്. അതിൽ തിരുമ്പിയാൽ മതി കേട്ടാ. ഒരുപാടൊന്നും ഇതാകണ്ട നീയേ. ആ എന്തപ്പത് നിനക്ക് തിരുമ്പാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ വാഷിംഗ് മെഷീൻ ഇവിടെ നിന്ന് തന്നയച്ചിക്കണം. അല്ലാണ്ട് അവര് മേടിച്ചതൊന്നും നീ തിരുമ്പണില്ല. അവർക്ക് പിടിക്കാണ്ടിരിക്കാന്. ആ അവരുടെ തുണി എന്നാ മോള് കല്ലുമ്മ തിരുമ്പിക്കോ. എൻ്റെ മോളുടെ തുണിയും കുട്ടികളുടെ തുണിയും മരുവന്റെ തുണിയൊക്കെ നീ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിയാൽ മതി. എനിക്കൊന്നും കല്ലുമ്മ തിരുമ്പണ്ടാട്ടാ. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അവർ മേടിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ മേടിച്ചു തന്നല്ലേ. നിനക്ക് എന്തെല്ലാം ഞാൻ മേടിച്ചു തന്നെ? ഫ്രിഡ്ജ് മേടിച്ചു തന്നു, വാഷിംഗ് മെഷീൻ മേടിച്ചു തന്നു, അത്യാവശ്യം സാധനങ്ങളൊക്കെ നീ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ദേ ഇവിടെ ഒരുത്തി വന്നിട്ടില്ലേ. ദേ തിരുമ്പാൻ പറഞ്ഞപ്പോഴേ വെറുതെ ചൂല് കൊണ്ട് അങ്ങനെ 4 വിറക് ഇങ്ങോട്ട് 4 വിറക് തുടക്കിന്ന് പറഞ്ഞപ്പോ ആ തുണി കൊണ്ട് ഒരു പ്രാവശ്യം മുക്കിയിട്ട് തന്നെ ഉള്ള തുണിയാവൊക്കെ തുടച്ചിട്ട് അവിടെ വെച്ച്. അപ്പൊ ഞാൻ അതിന് കുറെ ചീത്താറിന്. എന്നിട്ട് തിരുമ്പാന് വാഷിംഗ് മെഷീനിനെ കൊണ്ട് മുക്കി വെച്ചിട്ടേ തിരുമ്പാൻ പോവാ. എന്തൊരു സൗണ്ട് കേൾക്കണ ഓടി വന്ന് നോക്കുമ്പോ വെള്ളം തിരിച്ചിട്ടിട്ട് ആള് തിരുമ്പാൻ പോവാ. ഞാൻ പറഞ്ഞു പറ്റില്ല, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ല, നീ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല. ചെന്ന് കല്ലുമ്പോ തിരുമ്പ അടിപൊളി അലക്കല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി അവിടെ പോയി കഴുകുന്ന് പറഞ്ഞു. അവിടെ വെയിലത്ത് നിന്ന് കഴുകുന്നുണ്ട്. ആ അല്ലാണ്ട് ഇപ്പൊ എന്തൊരു ചെയ്യാ? ഒരു സാധനം എന്താ പറയണ നമ്മുടെ ഇതിന് പറ്റിയതാണോ? അല്ലാണ്ട് തന്നെ ഒരു നാണക്കേടായിട്ട് ഒരു സാധനം ഒന്നുമില്ല, ആളും ഇല്ല, ഒന്നുമില്ല. വീട്ടിലാണെങ്കിൽ ഒരു പണി അറിയില്ല, ഒരു പണി അറിയണില്ല, ഒരു ചായപ്പണി അറിയില്ല, ഒരു മീനാരിയൊക്കെ അറിയില്ല. എന്താ പറയാ? അലക്കല്ല് വെയിലത്ത് നിന്നിട്ട് അലക്കുന്നുണ്ട്. അവിടെ കിടന്ന് അലക്കട്ടെ, അലക്കട്ടെ, അലക്കട്ടെ. അലക്കുമ്പോ തന്നെ ശരിയാവുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഉപ്പ വിളിക്കാറുണ്ട്. ആ ഉപ്പ വിളിക്കാറുണ്ട്. ഉപ്പാട് ചോദിച്ചിട്ട് മേടിക്കട്ടെ. മോൾക്ക് എന്താ ആവശ്യം അവൾക്ക് ചോദിച്ചാൽ നിനക്ക് ഞാൻ തന്നില്ലേ, ഈ എന്നോട് ചോദിച്ചല്ലേ മേടിച്ചോണ്ട് പോയത്. അതുപോലെ അവൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവളുടെ ഉപ്പാട് ചോദിക്കട്ടെ. ഉപ്പ മിണ്ടാറുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഉമ്മാക്കും ആങ്ങളമാർക്ക് തന്നെ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. മോള് പോയത് അവർക്ക് സന്തോഷാണ്, അല്ലാണ്ട് അവർക്കിപ്പോ വിഷമായിട്ടൊന്നല്ല. വെറുതെ ആൾക്കാരിനെ ഒന്ന് ബോധിപ്പിക്കാനാ. ഇത്ര നല്ല കുടുംബം, ഇത്ര നല്ല ഗൾഫുകാരെ ചെക്കനെയും കിട്ടുമോ? ഇന്നൊക്കെ ഒരു ചെക്കന്മാരെ ഒളിച്ചോടി പോയാൽ എന്തുമാത്രം കഷ്ടപ്പെടണം നമ്മൾ കാണുന്നില്ല. ടിവിയിലും പത്രത്തിലും വാർത്തയിലൊക്കെ കേൾക്കണില്ലേ? ഇതുപോലൊരു ചെക്കനെ ആർക്ക് കിട്ടും? എൻ്റെ മോന് എത്ര നല്ല സ്വഭാവമാണെന്നറിയോ? എൻ്റെ മോനക്ക് ഇങ്ങോട്ട് വലിയ പെണ്ണ് തരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടേ എൻ്റെ മോൻ പോയി പെട്ടതാണ് ഒരു ചതിക്കുഴിയിൽ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ ചെയ്യാ? എന്നിട്ട് അവര് ചോദിക്കുക കല്യാണത്തിന് പോണ്ടേ ഉമ്മ, എന്നാ പോണ് എന്നൊക്കെ. കല്യാണത്തിന് പോണ പോലെയാണ്. ഈ എന്താ പറയണേ? നിന്റെ സ്വർണ്ണൊക്കെ ഇട്ടിട്ട് അപ്പൊ നിനക്ക് സ്വർണ്ണമൊന്നും വേണ്ടേ? അങ്ങനെ കൊണ്ടുപോകാണ്ടിരിക്കാനെന്ന് പറയാൻ മാത്രം ഇല്ല. അവിടെ ഇരുന്നോട്ടെ. അവൾക്കൊക്കെ ഒരു പാടാണ്. അവിടെ ഇരിക്കട്ടെ. കൊണ്ടുപോകണില്ല മാത്രം വരും. ആ അതന്നെ. പിന്നെന്താണ്? ഉമ്മ അവിടത്തൊക്കെ മോള് ഒരുപാട്. എൻ്റെ ഉപ്പാന്റെ സ്വഭാവം നിനക്ക്. എൻ്റെ ഉപ്പ പെട്ടെന്ന് ആരോടും ചൂടാകുക സമാധാനല്ലേ. അത് കാരണം എൻ്റെ ഉപ്പാടെ സ്വഭാവമാണ് നിനക്ക്. അതുകൊണ്ടാണ് നിന്റെ ഉമ്മ ഒരുപാട് നിന്നെ കൊണ്ട് അങ്ങോട്ട് തേച്ചും മെഴുകണം. നിന്റെ അടുത്ത് നടക്കൂല. ഇവിടെ ഒരു സാധനം കൊണ്ടുവരാത്തവളാണ് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എല്ലാ മുതലും തന്ന് അത്യാവശ്യം സ്വർണ്ണവും തന്ന് തന്നെ പറഞ്ഞാച്ചാണ്. എന്നിട്ട് എൻ്റെ മോൾക്ക് അവിടെ കല്ലുമ്മ തിരുമ്പുക. എൻ്റെ മോള് കല്ലുമ്മ തിരുമ്പണ്ട, മെഷീനിൽ തിരുമ്പിയാൽ മതി. നിനക്ക് എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാ സാധനവും തന്നത്. അതുപോലെ ഈ അവിടെ ജീവിച്ചാൽ മതി കേട്ടാ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടെ ചോറായി, ചായപ്പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് ചോറായി, കൂട്ടാൻ വെക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി മോള്, പിന്നെ വെക്കാം. ശരി എന്നാ. മോള് പണികൾ നോക്കിയ. അതെ, നല്ല പോലെയൊക്കെ തിരുമ്പി വൃത്തിയിൽ തിരുമ്പിയാ? അതാ കടന്ന് വലിച്ചിട്ട് കൊണ്ടുവന്നാ വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ട്? ഇല്ലമ്മ, വൃത്തിയിൽ തിരുമ്പി. അവിടെ ഭയങ്കര വെയില. ശരി, തിരുമ്പിക്കോ. നിന്റെ അലക്ക് ഇനിയും കഴിഞ്ഞില്ലേ? ഇതമ്മ കഴിയാനായി. കുറച്ചും കൂടി തുണിയമ്മ കൊടുന്നുണ്ടായിരുന്നില്ലേ? അവിടെ ഇരുന്ന് മൗലൂദ് ചൊല്ലാണ്ടേ വേഗം തുണിയെ തോരട്ടിട്ട് വേഗം വരാൻ നോക്കും. മീൻ നേരെയാക്കണം. ഇതമ്മ വരാം. അല്ലാ, നീ വന്നാ?
കുറച്ച് മീൻ എടുത്ത് തരാം, നേരെയാക്ക്. ഇതെന്ത് മീനമ്മ? ഈ മീന് കുടുതാന്ന് പറയില്ലേ, നമ്മളൊക്കെ കഴിക്കാറില്ലേ നുറുക്ക് മീന്, അതിന്റെ ഇടത്തരം. നേരാക്കാൻ അറിയില്ല. ഇത് എന്ത് പറഞ്ഞാലും നേരെയാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ കാര്യം? നേരേക്ക് പഠിക്കണം, പോയി നേരെയാക്ക് പോ. എപ്പോഴും അറിയില്ല അറിയില്ല എന്നൊരു വാക്ക്, പോയി പഠിക്ക് പോ. അങ്ങനെ തന്നെ നേരെയാക്കുക. എല്ലാവരും അതുപോലെ ആയിട്ടുണ്ട്. ഇത് വന്നതും എല്ലാ പണിയും പഠിച്ചിട്ടൊന്നും അല്ല, ഇങ്ങനെ തന്നെ എല്ലാ പണിയും പഠിക്കുക. ഞാനടക്കം ഇങ്ങനെ തന്നെ പഠിച്ചത്. അപ്പം നേരെയാക്കുക. ഒക്കെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അതിന്ന് രക്ഷപ്പെടാൻ നോക്കുക. എന്ത് പറഞ്ഞാലും അറിയില്ല അറിയില്ല അറിയില്ല. അതിന് മീനിനെ മാംസം വേറെ മുള്ളു വേറെ ആക്കണ്ട, ചൊവ്വിന് നേരെയാക്കിട്ടാ. എന്തുട്ട മീനിനൊക്കെ നശിപ്പിക്കുവോ? ഇങ്ങനെ മീൻ നേരെയാക്കുക. ഉസിരുള്ള പോലെ മുറുക്കി അങ്ങനെ തന്നെ പഠിക്കുക. മീനിനെ പിളിപിളിന്നാക്കണ്ട, ചൊവ്വിന് മുറുക്കി കത്തി ശരിക്ക് പിടിക്കുക. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാലേ എന്നാ പഠിക്കുക? എന്നും അടുക്കള കാര്യമായിട്ട് ഉമ്മാനെ കിട്ടൂല കേട്ടാ. വീട്ടിൽ പുറത്ത് പണികൾ മാത്രം നോക്കിയിട്ട് വാങ്ങിച്ച സാധനം വാങ്ങിച്ചു തന്നാലേ കറി വെക്കാനുള്ള ഒക്കെ പഠിക്കണം. എന്ത് വിലയുള്ള മീനാന്നറിയത്? നല്ല വിലയുള്ള മീനാ. ഇങ്ങനെയല്ല നേരെയാക്കല്. എന്തുട്ട് നേരെയാക്കലിത്? അയ്യോ, അതിനങ്ങനെ പിളിപിളീന്നാക്കി. ഇങ്ങനെയാണോ മീൻ നേരെയാക്കല്? ഒന്നും അറിയുമില്ല എന്നിട്ട് വലിയത്. അമ്മ എന്ത് പറഞ്ഞാലും അറിയില്ല അറിയില്ല. ഇത് മാറിയേ, ഞാൻ നേരെയാക്കുണ്ട്. ഞാൻ നേരെയാക്കണം നോക്ക്. അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോണ്ട. എന്തൊരു കഷ്ടം നോക്കിയ മീൻ നേരെയാക്കിക്കണ്. മീൻ എത്ര ഉഷാറുള്ള മീനായാലും ഉഷാറില്ലാണ്ടാക്കും. ഇങ്ങനെ എന്നെ മീൻ നേരെയാക്കുക. നോക്കിയേ, ഫസ്റ്റ് ഇങ്ങനെയൊക്കെ കളയണം. എന്തുട്ട് കുറെ നേരമായി നോക്കി നിൽക്കണം. മതി നോക്കി നിന്ന് ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ പോയിട്ട് അതിനൊക്കെ പൊളിച്ച നേരെ എത്രയായി? ഇപ്പൊ വരും ചോറിനുപ്പ. ഒന്നും അറിയില്ല. ഒക്കെ പറഞ്ഞ് തൊണ്ടയിൽ നാവില് വെള്ളം വറ്റുക. ഒക്കെ പറയണം. എന്തെല്ലാം ആഗ്രഹം വെച്ചതാണ്. മക്കൾക്ക് പെണ്ണ് കിട്ടണം, പെണ്ണ് കിട്ടിയിട്ട് വേണം ഉമ്മമാർക്കൊന്ന് സമാധാനായിട്ട്. എല്ലാരും പറയും, മോളെ നല്ല മക്കൾക്ക് പെണ്ണ് കിട്ടിയ ഇനി എന്താ നിനക്ക് സുഖല്ലേ അവര് പണിയില്ലേ, ഈ ജാലിയായിട്ട് ഇരിക്കാന്ന്. എവിടെ ഒക്കെ യോഗമില്ല തോന്നുന്നുണ്ട്. ഒക്കെ മക്കൾക്ക് പെണ്ണ് കിട്ടിയാലും എല്ലാവർക്കും സമാധാനാണ്. എല്ലാം വെച്ചത് വിളമ്പിയത് ഒക്കെ മുന്നിൽ കൊണ്ടുവച്ച് ഉമ്മ എന്ത് ചെയ്യണം ഏത് ചെയ്യണം പറഞ്ഞിട്ട് ഉമ്മാരെ അടുക്കളയ്ക്ക് പോകാൻ വിടൂല ചില മരുമക്കൾ. ഓരോ കുടുംബത്തിൽ ഞാൻ കണ്ടിക്കണ്, അവിടെ ഒക്കെ കണ്ടിക്കണ്. ഒക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാകും. നാളെ എനിക്കും എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടും വെക്കും അങ്ങനെ തന്നെയല്ലേന്ന് വിചാരിച്ച് കൊതിച്ചു പോയ ദിവസങ്ങളുണ്ട്. ഇതെന്തെന്നാ പറയാ, ഒരു പണി അറിയില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഉമ്മ എനിക്കറിയില്ല. എന്തൊക്കെ അറിയാ? അടിച്ചു വരാൻ പറഞ്ഞ അരിവും മൂല ചേർത്തി അടിക്കൂല. പണി പഠിച്ചിക്കണു. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ പറയാ, നമ്മളെ വിധി. നമ്മളെ മോനെ പറയണ്ടേ? മോൻ പോയി അവിടെ ഇരിക്കല്ലേ, ഹത്തടി അടിക്കുന്നത് ഞാനല്ലേ അവളെ വെച്ചിട്ട്. മക്കള് രൂപമില്ലാത്ത കാരണം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അടിച്ചു വളർത്താത്ത കാരണമാണ് പോയിട്ട് ഉള്ള ഇതിലൊക്കെ പോയി ചാടിയിട്ട് ഒന്നും അറിയാത്ത സാധനത്തിനെ വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇട്ടിട്ട് ഹത്തടി അടിക്കുന്നു. അവനൊക്കെ ഒന്നും അറിയണ ഓരോ ഇതാണ് പറയാ. പെണ്ണെട്ടിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ ശരി, പെണ്ണെട്ടിക്കാൻ ആയിട്ടില്ല അപ്പോഴേക്കാണ് ഒക്കെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നല്ല ഇതൊക്കെയാണ് വരിക. അവർക്ക് വരുന്നതൊക്കെ ഇങ്ങനത്തെ ഓരോ സ്വഭാവം വരിക. അതിനനുസരിച്ച പെൺകുട്ടികളും പഠിക്കണ്ടല്ലോ. ഉപ്പയാണ്. ഹലോ. എന്താ മോളെ എടുക്കാൻ നേരം വൈകിയാ ഫോണ്? ഇല്ലപ്പ അടുക്കളയില് പണിയായിരുന്നു, അതാ എടുക്കാൻ വൈകിണ്ടായിരുന്നു. അത് ശരി. ശരി മോളെ. അതെ, ഇന്നലെ രാത്രി മൗലൂദായിരുന്നു മോളെ, അതാണ് വിളിക്കാൻ പറ്റായിരുന്നു ഉപ്പാക്ക്. ഇന്നലെ എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ. മോളുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, അതാണ് ഭയങ്കര വിഷമമായത്. ആല്ലേ, എല്ലാരും ഉണ്ടായിട്ടുണ്ടാവൂലേ? ഇന്നാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നപ്പാ? മോളെ പറ്റിട്ട് അവര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കലിതുള്ളലാ. അപ്പൊ ഞാൻ അവര് കാണാണ്ട് ബാക്കിൽ പോയിട്ടാണ് മോളെ വിളിക്കുന്നത്. അപ്പൊ രണ്ട് ഇക്കന്മാരും ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ വാക്ക് കേട്ടാലും എന്തെങ്കിലും പറഞ്ഞാലും അപ്പൊ തന്നെ ദേഷ്യം. അത് കുഴപ്പമില്ലപ്പാ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് വന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. ഞാൻ അറിഞ്ഞു പള്ളിയിലൊക്കെ എന്താ പ്രശ്നം, അത് കാര്യമില്ല. അതൊക്കെ ശരിയാകും മോളെ. അതെ, അതൊക്കെ റെഡിയാവും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാല് അവർക്ക് കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും, പോയതല്ലേ, വിഷമം ഉണ്ടാവും. അതൊക്കെ ഇനി ശരിയായി വരുമ്പോ കുറച്ച് സമയം പിടിക്കുന്നതിനും കുഴപ്പമില്ല. മോൾക്ക് എന്തൊരു വിഷമം പോലെ സൗണ്ടില്? അതൊന്നുമില്ലപ്പാ, മീൻ പൊരിക്കായിരുന്നു, അപ്പം ജലദോഷം പിടിച്ചു, അതാണ് സൗണ്ട് മാറിയ. എന്താ മോളെ അവളെ ഉമ്മ പറയണത്?
അത് ഉമ്മ അവിടെ എന്തോ മീനിന്റെ കാര്യം പറയാപ്പ. എന്തായി ഇപ്പ വീട് പണിയുടെ കാര്യമൊക്കെ എന്തായി? ആ ഇല്ല മോളെ, വീട് പണിയൊന്നും തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാനവര് കാണാണ്ട് ബാക്കിൽ വന്നിട്ടാ വിളിക്കുന്നു മോളെ. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടാ. ശരി എന്നാ. ശരി ഇപ്പൊ എന്നാ ഞാനിന്ന് അങ്ങോട്ട് പോട്ടെ, അടുക്കളയില് പണിയുണ്ട്. ഉപ്പാനെ ഒഴിവ് പോലെ വിളിക്കാം. ശരി. ഉച്ച നേരത്തെ പണികളൊക്കെ ഇട്ട് വെച്ചിങ്ങാണ്ട് എവിടെ പോയി നിക്കണ് വർത്താനം പറഞ്ഞിട്ട്? എങ്ങനെ വന്നേ? കുറെ നേരമല്ലേ പോയിട്ട്? ഇതൊക്കെ വച്ചവിടെ പോയി കിടക്കണം. മീൻ പൊരിച്ചതാ കരിച്ചു വെച്ചിക്കണ്. എവിടെ? ഇങ്ങോട്ട് വാ. അമ്മ അതാ വരുന്നു. ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഫോണില് വർത്താനം പറയുന്നു. നിന്റെ ഉപ്പ വിളിക്കാണ്ടിരിക്കുക എന്താ ചെയ്യട്ടെ? നിന്റെ ഉപ്പ വിളിക്കുന്നതിന് വർത്താനം പറയണ്ടെന്ന് ഞാൻ പറയില്ല. മര്യാദക്കുള്ള പണികൾ ചെയ്ത് തീർത്തിട്ട് നീ ആർക്ക് വേണേലും വിളിച്ചോ, കുഴപ്പമില്ല. ആ ബാക്കി മീനും കൂടി പൊരിക്കി. ഈ മീൻ പൊരിച്ചിട്ട് എവിടെ മതി? ആ മീനും കൂടി പൊരിച്ചേക്കി. എന്നിട്ട് ചോറ് വിളമ്പി അവിടെ വെക്കി. ഉപ്പ അസ്സലാമലൈക്കും. വായുപ്പ അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിക്ക് വായുപ്പ. ഇരിക്കുപ്പ. ഉപ്പ എന്താ പറയാണ്ട് വന്നത്? ഞാൻ രാവിലെ മോളോട് സംസാരിച്ചപ്പോ പിന്നെ അങ്ങനെ വരാൻ തോന്നി. ഉപ്പ എന്തിനാ ഇതൊക്കെ മേടിച്ചിട്ട് വന്ന്? ശരി ഉപ്പ ഇരിക്ക, ഞാൻ കഴിക്കാനോ കുടിക്കാനോ എന്തേലും എടുക്കാം. മോളെ വെള്ളം കലക്കണ്ട, പച്ചവെള്ളം മതി ഒരു ഗ്ലാസ്. ശരി. ഇതിപ്പോ വെള്ളം വെയിലത്തെ വന്നുണ്ടാവൂലേ? ഭയങ്കര ചൂട് മോളെ. ശരി ശരി. ഉമ്മാക്കൊക്കെ സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല മോളെ. മോൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? സുഖം തന്നെയപ്പ, കുഴപ്പമൊന്നുമില്ല. ഉപ്പ അതൊന്നും കാര്യാക്കണ്ട. ഉമ്മ എന്തോ രാവിലത്തെ വേറെ എന്തോ ടെൻഷനിലിരിക്ക. അതാണ് അത്താന്ന് വിളിച്ചപ്പോ മെയിൻ ചെയ്യാണ്ട് പോയത്. അത് കാര്യമില്ല ഇപ്പൊ, കാര്യാക്കണ്ട. ഇക്കമാർക്കൊക്കെ സുഖം സുഖമാണ് മോളെ. കുഴപ്പമൊന്നുമില്ല. അവര് കാണാണ്ടാ പോന്നത്. അവര് കണ്ടു കഴിഞ്ഞപ്പോ പറയും. കാണാണ്ട് ഇന്നലെ വിളിച്ചപ്പോ അതില് വിഷമത്തിൽ കാണണം എന്നിട്ട് ഓടി പോന്നത്. ഞാൻ ഭക്ഷണം എന്തെങ്കിലും എടുത്തു. ഭക്ഷണം പിന്നെ കഴിക്കാൻ മോളെ, ക്ലാസ് ഉണ്ട് വെച്ചിട്ട്. ഉപ്പ എന്തേലും ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് എന്തേലും കഴിച്ചിട്ട്. വേണ്ട മോളെ, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാ വന്നത്. ഇല്ല ഉപ്പ എന്തേലും കഴിക്കാൻ. വേണ്ട, ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിച്ചിട്ടാ വന്നു. ഞാൻ പൊറാട്ട കഴിച്ചിട്ടാ വന്നു മോളെ. അപ്പൊ ഇതെന്താ? ഇത് കുറച്ച് പൈസയാണ് മോളെ. ഇതെന്തിനാ ഉപ്പ വീട് പണിന്റെ നേരത്തെ? അതൊന്നും കുഴപ്പമില്ല മോളെ. ഇല്ല വേണ്ട ഉപ്പ, കയ്യില് വെച്ച്. കുറച്ച് പൈസ കയ്യിൽ വെച്ച എന്തെങ്കിലും ആവശ്യം വരുമല്ലോ മോൾക്ക്. എന്താ മോൾക്ക് തരണ്ടാണല്ലോ. എന്തെങ്കിലും കുറച്ച് പൈസ ഞാൻ തന്നു. എന്നാലും ഉപ്പാക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും മോളെ. അതും കുഴപ്പമില്ല. എന്നാ ശരി മോളെ, ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. പോയിട്ട് വരാം മോളെ. ഉമ്മാടുന്ന് പറഞ്ഞു കേട്ടാ. മോൾക്ക് ഞാൻ പിന്നെ വിളിക്കാം വീട്ടിൽ പോയിട്ട്. ശരി ശരി. ഉപ്പ നോക്കി പോകണ്ട. മോളെ നീ എന്തുണ്ടെങ്കിലും വിളിക്കട്ടെ മോളെ. ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം. ശരി. എന്തൊട്ട് നിന്റെ ഉപ്പ കൊണ്ടുവന്നായിരുന്നു? എന്തൊക്കെ കൊണ്ട് തരണുണ്ടല്ലോ പൊതിയൊക്കെ ആയിട്ട്. ഇത് എന്തുട്ട പൊതിയത്? ഉപ്പ കുറച്ച് പൈസയാ? ഇതുകൊണ്ട് എന്തുട്ട് ചെയ്യാനാ? ഇതുകൊണ്ടൊന്നും ശരിയായിട്ടില്ല. തരാനുള്ളതൊക്കെ പറഞ്ഞു മേടിച്ചോ? ഉപ്പ ഫോൺ ചെയ്യണില്ലേ? ഫോൺ ചെയ്യുമ്പോ പറഞ്ഞ് ഉപ്പ അടുത്ത് പറയേ. അല്ലെങ്കിൽ ഉപ്പാന്റെ അടുത്ത് വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും പറയണ്ട. ഉപ്പ എന്താ തരാനുള്ളത് അതുപോലെ മേടിക്കുക. അത് മേടിച്ചാൽ തന്നെ നിനക്ക് ഇവിടെ സുഖം. ഇതുകൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല. വാങ്ങിക്കില്ല, പക്ഷെ വാങ്ങിക്കാണ്ട് വഴിയില്ല. അങ്ങനെ വിടാനും പറ്റില്ലല്ലോ. ഒരു മോള് ഒന്നും ഇല്ലാണ്ടൊന്നും ഇറങ്ങി പോവില്ല. അപ്പൊ മര്യാദക്ക് ഇനി വിളിക്കുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തരാനുള്ളതൊക്കെ മേടിച്ചോ കുറച്ചായിട്ട്. തൽക്കാലം ഇതിപ്പോ എന്റെ കയ്യിൽ ഇരുന്നോട്ടെ, അവിടെ ഇരിക്കട്ടെ. ഹലോ ഉപ്പ, എന്തായി? വീടെത്തിയാ? ഹലോ. ഇല്ല മോളെ, ഞാൻ വീടെത്തിയിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്നു.
എന്തിനാ ഉപ്പ വീട് പണിയുടെ സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടിൽ ഉപ്പ പൈസയൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന്? ഇല്ല മോളെ, അത് നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കടമയില്ലേ നമ്മൾ കൊടുക്കണമെന്ന്. അതൊരു ഏതൊരു ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് കുഴപ്പമില്ല. ചില സമയത്ത് എനിക്ക് തോന്നിപ്പോവാ ഞാൻ എന്തിനാണ് ഇത്രയും വലിയ പൊട്ടത്തരം ചെയ്തു പോയെന്ന്. എനിക്കത് ആലോചിക്കുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട്. മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ലെവലിൽ നമ്മൾ ചെയ്യായിരുന്നു മോളെ. ഇതിപ്പോ നീ അങ്ങനെ അല്ലല്ലോ, വേറെ ലെവലിലല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ അത് കാരണം നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്തെങ്കിലും വഴി വെച്ച് തരും. മോള് കൊടുത്താ അത്? ഞാനത് അവരയിൽ കൊണ്ടുപോയി കൊടുക്കാൻ ചെയ്തു. വേണ്ടാന്നൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുത്തുപ്പാ. മോളെ അങ്ങനെ ചെയ്യുന്ന എനിക്കറിയാം മോളെ. കൊടുത്തൂലേ? ശരി, ഞാൻ വീടെത്താറായി. ഞാൻ വീടെത്തിയിട്ട് വിളിക്കാം മോളെ. ശരിപ്പാ, ഇനിയിപ്പോ അവര് കാണണ്ട, ഉപ്പ നോക്കി പോകുന്നുണ്ട്.